കോമഡി ചിരിക്കാനൊന്നുമില്ല, എല്ലാവരുടെ ഇൻട്രൊഡക്ഷൻ കൊള്ളാം, ബാക്കി ഇല്ല കാര്യമായിട്ടൊന്നുമില്ല. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? കോമഡി പാട്ടും BGM ഒന്നും കുഴപ്പമില്ല, പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, ചുമ്മാ കണ്ടിരിക്കുക. ഓണത്തിന് കാണാൻ പറ്റിയ അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. പടം 2.5 മണിക്കൂറുണ്ടായിരുന്നു, കുറച്ച് ലാഗായിരുന്നു, പിന്നെ കുറച്ച് കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്, മൊത്തത്തിൽ ലാഗായിരുന്നു. ആക്ഷൻ അവസാനത്തെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. ബാബു ആന്റണിയും റഹ്മാൻ എല്ലാം കൊള്ളായിരുന്നു. ബാബു ആന്റണിക്ക് അധികം റോളില്ല, റഹ്മാനാണ് കുറച്ചും കൂടെ. പറയാനില്ല, സൂപ്പർ പടം. റിവ്യൂ എടുക്കാതിരിക്കുന്നത് നല്ലത്. ശരിക്കും പറഞ്ഞല്ലേ, ഇത് നമ്മൾ റഹ്മാനോടൊക്കെ പഴയ ഒരു ആരാധന ഉണ്ടല്ലോ, അതുകൊണ്ട് റഹ്മാനൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ വന്നത്. റഹ്മാനൊരു ട്രെയിലറൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇല്ല. ശരിക്കും റഹ്മാനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് റഹ്മാനെ കാണാൻ വേണ്ടി കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ അല്ലാതെ ഒന്നുമില്ല. ഒരു സിനിമ എന്ന് പറയാനായിട്ട് ഒന്നും പറ്റിയല്ല. നമ്മൾ അല്ല കുഴപ്പമില്ല, നമ്മൾ സിനിമ ആസ്വദിക്കുന്ന ആളാണല്ലോ, അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പ്രേക്ഷകരെ പറ്റിക്കരുത്, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഇവർ എല്ലാ സിനിമ നടന്മാരും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വന്നിട്ട് പറയുന്നത് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി കഥാപാത്രം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറയരുത്, പറ്റുന്നത് ചെയ്താൽ പോരെ. എന്തിനാ ഈ പ്രേക്ഷകർ ഇത്രയും പൈസ കൊടുത്ത്? ഒന്നാമത് പഴയ ടിക്കറ്റ് ചാർജ് ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് നമ്മൾ ഓരോ തിയേറ്ററിൽ ചെന്ന് കയറുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ഒരു പ്രേക്ഷകരെയും നമ്മുടെ സമൂഹത്തെ പറ്റിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം അങ്ങനെ തള്ളേണ്ട കാര്യമില്ല, ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. ഈ ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഇങ്ങനെ വന്ന് തള്ളേണ്ട കാര്യമില്ല. എല്ലാവരും പറയുന്നത് എല്ലാ ഫിലിമിൽ നമ്മൾ ഇവരുടെ ടോക്ക് ഷോ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് എല്ലാവരും പറയുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് എന്തിനാ അങ്ങനെ പറയുന്നത്? നീ അതിപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, നമ്മളാരും മണ്ടന്മാരൊന്നും അല്ലല്ലോ സിനിമ കാണാനിരിക്കുന്നവർ. നല്ല ഒരു നല്ല സമൂഹം ഇവിടെ ഉണ്ട് സിനിമ ആസ്വദിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ താരസംഘടനയിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും സിനിമ ഒരു രീതിയിൽ നല്ല രീതിയിൽ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ആ രീതിയിൽ അവർ കാണേണ്ടത് അത്യാവശ്യമാണ്.